നമസ്കാരം. എല്ലാവർക്കും സിറ്റി വിഷന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. സ്വാഗതം സിറ്റി വിഷൻ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഓണക്കാലത്ത് വിൽപ്പന വർധനവ് ലക്ഷ്യമിട്ട് സപ്ലൈകോ ഇതിനായി പ്രത്യേക ഗിഫ്റ്റ് കാർഡ് പദ്ധതിക്ക് സപ്ലൈകോ രൂപം നൽകി. 500,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 31 വരെ സാധനങ്ങൾ വാങ്ങാം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി CPI രംഗത്ത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലം. 1 മാസം മുമ്പേ ആരംഭിച്ച വെളുത്തുള്ളി വിളവെടുപ്പ് 2 മാസം കാലം കൂടി നീളും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെളുത്തുള്ളിക്ക് വിലയിടി വന്ന കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി IDA ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സീനിയർ ഇൻസ്പെക്ടർ ശ്രീമതി ആതിര പവിത്ര നയിക്കുന്ന ലോക്കൽ പോലീസ് വുമൺ പ്ലറ്റൂൺ. ആയിരത്തി 1947 നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കേവലം രാഷ്ട്രീയ മോചനം മാത്രമല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയും പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ വിജയമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിൽ പരിരക്ഷ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൂർവികർ നേടിയെടുത്ത പാവന പവിത്രമായ സ്വാതന്ത്ര്യത്തിന് മുറിവേൽക്കുന്നത് നമ്മുടെ ദേശസ്നേഹത്തിന് ക്ഷതമേൽക്കുന്നതാണ്. മതാധിഷ്ഠിത രാജ്യമല്ല നമ്മുടെ രാജ്യം, മതേതര രാഷ്ട്രമാണെന്ന സന്ദേശം കെട്ടുറപ്പോടെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അടിവെട്ടെഴുതിട്ടും മുട്ടും കൊണ്ട് മൂരാച്ചി ഭരണം മുടിയണമെന്ന മുദ്രാവാക്യം വിളിച്ച ഘോര മൃഗീയ മർദ്ദനങ്ങളുടെയും ത്യാഗോജ്വലമായ ആത്മത്യാഗങ്ങളുടെയും നടുമധ്യത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ നേടിയെടുത്ത പാവന പവിത്രമായ പാണ്ഡിത്യങ്ങളാധിപത്യ സ്വാതന്ത്ര്യം അതിന് മുറിവേൽക്കുന്നത് ദേശസ്നേഹത്തിന് ക്ഷതമേൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ വേദനാപൂർവ്വം ദുഃഖിപ്പിക്കുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിഘടനവാദ സ്വഭാവങ്ങൾ പഹൽഗ്രാമിൽ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്ന വേദനകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മതാധിഷ്ഠിത രാജ്യമല്ല, ഇത് മതേതര രാജ്യമാണെന്നുള്ള കെട്ടുറപ്പ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പരേഡ് കമാൻഡർ ശന്തൻപാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S ശരൺലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരേഡിൽ SPC ബാൻഡ്, പോലീസ് ബാൻഡ് ഉൾപ്പെടെ 3 പ്ലറ്റൂണുകളാണ് അണിനിരന്നത്. പോലീസ് 3, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, ലോക്കൽ പോലീസ് പുരുഷ വിഭാഗം, ലോക്കൽ പോലീസ് വനിതാ വിഭാഗം, എക്സൈസ്, വനം വകുപ്പ്, NCC സീനിയർ ഡിവിഷൻ 3 എന്നിവരും പരേഡിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാകുന്നിൽ, ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു, KM ADM ഷൈജു P ജേക്കബ്, സബ് കളക്ടർ അനൂപ് ഗാർഗ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AB തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG സത്യൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് തല മേധാവികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരേഡിന് സാക്ഷ്യം വഹിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത്, മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കുചേർന്നു. സാഹിത്യകാരനും പ്രഭാഷകനുമായ P സുരേന്ദ്രൻ റാലിക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം അടിമാലിയിലും വിപുലമായി ആഘോഷിച്ചു. മഴയിൽ കുതിർന്നെങ്കിലും രാജ്യസ്നേഹം വിളിച്ചോതിയുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല. അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്തു നിന്നായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് തുടക്കം കുറിച്ചത്. അടിമാലി CI ലൈജുമോൻ CV റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റിതര സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും റാലിയുടെ ഭാഗമായി. വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കി. സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം നടന്നു. സാഹിത്യകാരനും പ്രഭാഷകനുമായ P. സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മഹാത്മാഗാന്ധി ആലോചിച്ചപ്പോഴാണ് 1920 ഇന്നത്തെ കോഴിക്കോട് നഗരത്തിനോട് തൊട്ടുകിടക്കുന്ന കടപ്പുറത്ത് ഏതാണ്ട് 25,000 ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധിയും ഷൗക്കത്ത് അലി ഖാനും കൂടി ചേർന്ന് നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതാണ് കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റ് 1921. അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും റാലിയിൽ അണിനിരന്ന മികച്ച നിശ്ചല ദൃശ്യം, വാഹനാലങ്കാരം, ഫാൻസി ഡ്രസ് എന്നിവയ്ക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു. അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത്, മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത്. മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചതായി മാറി അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. സിറ്റി വിഷൻ, അടിമാലി. സ്വാതന്ത്ര്യദിന സന്ദേശവുമായി ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അണിനിരന്നു. ഇടുക്കി നെടുങ്കണ്ടം പച്ചടി SNLP സ്കൂളിലെ സ്വാതന്ത്ര്യദിന സംഗമമാണ് കുട്ടികൾ വ്യത്യസ്തമാക്കിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും സന്ദേശവുമായി അണിനിരന്നു. കുട്ടികളാണ് പച്ചടി SNLP സ്കൂളിലുള്ളത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വേഷങ്ങൾ അണിഞ്ഞാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ കുട്ടികൾ പലരും എത്തിയത്. ഉദ്ഘാടനത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരം ചരിത്രം ഉൾക്കൊള്ളിച്ച പ്രസംഗവുമായി ഓരോരുത്തരായി വേദിയിലേക്ക്. LKGയിൽ പഠിക്കുന്ന 3.5 വയസ്സുകാരർ മുതൽ 4ാം ക്ലാസ്സുകാർ വരെ പ്രസംഗം ചിട്ടയായി അവതരിപ്പിച്ചു. തുടർന്ന് എല്ലാവരും ഒന്നു ചേർന്നും അവതരിപ്പിച്ചു. വരും ദിവസങ്ങളിൽ വീടിനടുത്തുള്ള അംഗൻവാടി, ലൈബ്രറികൾ, ക്ലബ്ബുകൾ തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളിലെത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പ്രസംഗം അവതരിപ്പിക്കാനുള്ള സൗകര്യവും സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങൾ, മഹാരഥന്മാർ, ഇവരെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ 3.5 വയസ്സുള്ള LKG വിദ്യാർത്ഥി മുതൽ 9 വയസ്സുള്ള 4ാം ക്ലാസ് വരെയുള്ള 410ഓളം കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ അവതരണം നടത്തപ്പെടുകയുണ്ടായി. സഭാകമ്പമില്ലാതെ അഭിസംബോധന ചെയ്യാൻ കുട്ടികളെ കരുത്താക്കാനാണ് സ്കൂൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. കിൻഡർ ഗാർഡൻ കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നത്. അടിമാലി എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കുട്ടികളിൽ സ്വാതന്ത്ര്യദിന സ്മരണ ഉയർത്തുന്നതിനും ദേശസ്നേഹം നിറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിപുലമായി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒരുക്കിയത്. കിൻഡർ ഗാർഡൻ കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്നു.
അടിമാലി എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനം ഉത്തരവാദിത്വത്തോടെ ആഘോഷിക്കേണ്ടതാണ്. നമ്മളുടെ സമൂഹം ലഹരിയും മയക്കുമരുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ വേളയിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ്, കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ നീന ജിൻജോ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രച്ഛന്നവേഷ മത്സരമടക്കം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ 47 നമ്പർ മോസ്കോ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജ അമ്പാടി പതാക ഉയർത്തി. അംഗൻവാടി വർക്കർ ജീന മോൾ MG സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുപ്രവർത്തകനും മോണിറ്ററിംഗ് കമ്മിറ്റി അംഗവുമായ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗിരീഷ് പുളുന്തുരുത്തി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹെൽപ്പർ സംഗീത സതീഷ് നന്ദി രേഖപ്പെടുത്തി. പ്രയാണം സ്വാതന്ത്ര്യ സന്ദേശ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂൾ. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 5 അടിമാലിയിൽ നിന്നും ആരംഭിച്ച പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ സമര കഥകൾ കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് യാത്ര തുടർന്നത്. വൈകിട്ട് വൈസന്മാലി വനദീപം വായനശാലയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയോടെ സ്വാതന്ത്ര്യ സന്ദേശയാത്ര സമാപിച്ചു. തുടർച്ചയായി 14 വർഷമായി യാത്ര കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകി വരുന്നു. എഴുത്തുകാരനും നടനുമായ സത്യൻ കോനാട്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറ, മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയൻ എന്നിവർ പ്രയാണയാത്രയെ അനുഗമിച്ചു. മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ സ്വീകരണ പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഓരോ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും ശക്തിക്കും വേണ്ടി, രാജ്യസ്നേഹത്തിനും വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. സ്കൂൾ മാനേജർ ഫാദർ അനിൽ C. മാത്യു അധ്യക്ഷനായി. എഴുത്തുകാരനും പരിശീലകനുമായ പ്രയാണം ജാഥ ക്യാപ്റ്റൻ CS റജികുമാർ സ്വാതന്ത്ര്യ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ KJ തോമസ്, അലീന, അന്ന, ബോസ്, ദീപ, സോമൻ എന്നിവർ പ്രസംഗിച്ചു. ദേശീയ പതാക ഏന്തിയ കുരുന്നുകൾ, ഭാരതാംബയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷങ്ങളിലെത്തിയ കുട്ടികളുടെ അകമ്പടിയോടെ യാത്ര സമ്മേളന നഗരിയിലേക്കെത്തി. ശേഷം കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരവും നടന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഓണക്കാലത്ത് വിൽപ്പന വർധനവ് ലക്ഷ്യമിട്ട് സപ്ലൈകോ ഇതിനായി പ്രത്യേക ഗിഫ്റ്റ് കാർഡ് പദ്ധതിക്ക് സപ്ലൈകോ രൂപം നൽകി കഴിഞ്ഞു. 500 രൂപയുടെയോ 1000 രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ 31 വരെ വാങ്ങാം. വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീമംഗങ്ങൾക്ക് ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കി. ഇതിനായി 500 രൂപയുടെയും 1000 രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ വിതരണത്തിനായി തയ്യാറാണ്. 500 രൂപയുടെയോ 1000 രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ 31 വരെ വാങ്ങാം. കൂടാതെ 18 ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ്, 10 ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ്, 9 ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ. ഓണത്തോടനുബന്ധിച്ച് 1225 രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് 1000 രൂപയ്ക്കും 625 രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് 500 രൂപയ്ക്കും 305 രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത്. ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.
സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട്. ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ 32 പ്രമുഖ ബ്രാൻഡുകളുടെ 288 നിത്യോപയോഗ ഉപയോഗങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ 10 മുതൽ 50% വരെ വിലക്കുറവോ നൽകും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കിച്ചൺ ട്രഷേഴ്സ്, ITC, ജ്യോതി ലാബ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ നൽകും. സോപ്പ്, ഡിറ്റർജന്റുകൾ, ബ്രാൻഡഡ് ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഓണക്കാലത്ത് വലിയ ഓഫറുകളുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലിംകുമാർ. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം പോലും പണിയപ്പെടുത്തി പണം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഭരണസമിതി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് സാധാരണക്കാർക്ക് വീട് നൽകിയത്. UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഒരാൾക്ക് പോലും വീട് നൽകിയിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി കൊള്ളക്കാരുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണെന്നും സലിംകുമാർ കുറ്റപ്പെടുത്തി. ഒരഴിമതിയുടെ കൂടാരമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കെട്ടിടം വല്ല വഴിക്കും കൊടുത്ത് പണയപ്പെടുത്തിയോ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി നാളെ അങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയും ഇല്ല. അതുകൊണ്ട് ഈ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും പിടിച്ച് പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന കൊള്ളക്കാരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും പിടിച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുവാനാണ് CPI തീരുമാനം എടുത്തിരിക്കുന്നതെന്നും K. സലിംകുമാർ പറഞ്ഞു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ B. മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ സ്വാഗതം ആശംസിച്ചു. GN ഗുരുനാഥൻ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ്. 1 മാസം മുമ്പേ ആരംഭിച്ച വെളുത്തുള്ളി വിളവെടുപ്പ് 2 മാസക്കാലം കൂടി നീണ്ടുപോകും. പോയ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്ന വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഭൗമസൂചിക പദവിയുടെ പ്രൗഢിയുണ്ട് വട്ടവടയിലെ വെളുത്തുള്ളിക്ക്. ഗുണം കൊണ്ടും മണം കൊണ്ടും 1ാം നിരയിലാണ് വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം. കൃഷി ഇറക്കിയ വെളുത്തുള്ളി മൂപ്പെത്തിയതോടെ വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ്. പോയ വർഷം വെളുത്തുള്ളിക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞിട്ടുണ്ട്. ഇത് കർഷകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നു. തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. നമുക്ക് GA ലൈസൻസ് കിട്ടിയ വെളുത്തുള്ളിയാണ്. നമ്മുടെ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഭൗമസൂചിക പദവി നമ്മുടെ വെളുത്തുള്ളിക്കാണ്. വട്ടവട വെളുത്തുള്ളിക്കും കാന്തല്ലൂർ വെളുത്തുള്ളിക്കും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഈ വെളുത്തുള്ളി കഴിഞ്ഞ വർഷം 1 കിലോയ്ക്ക് 500 രൂപ മുതൽ 600 രൂപ വരെ കിട്ടിയായിരുന്നു. പച്ചയ്ക്ക് തന്നെ കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം ഇച്ചിരി വില കുറവാണ്. പകുതി വിലയായി, 200 രൂപയ്ക്ക് താഴെയായി. പോയ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതോടെ കർഷകർ കൂടുതലായി വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയും ഇടിഞ്ഞു. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്കില്ലെന്ന പരാതി കർഷകർക്കുണ്ട്. 1 വർഷം 1ലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷി ഇറക്കാറുണ്ട്. ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് 1 മാസക്കാലത്തിലധികമായി. വിളവെടുപ്പ് 2 മാസക്കാലം കൂടി നീളും. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന കാഞ്ചിയാറിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട് എതിർ സൈഡിൽ പാഞ്ഞു വന്ന കാർ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കുപറ്റിയ 2 പേരെയും കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല.
അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകളുടെ നിർമ്മാണം മുടങ്ങിയ വിഷയം ഏറ്റെടുത്ത CPI ലൈഫ് പദ്ധതിയിൽ അനുവദിക്കുന്ന വീടുകൾക്ക് NOC നൽകണമെന്ന സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും വിഷയം പരിഹരിക്കുന്നതിന് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യോഗം ചേരുന്നതിനടക്കം ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്നും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. കൈവശ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ചിരിക്കുന്ന വീടുകൾ നിർമ്മിക്കുന്നതിന് 17 വർഷമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ NOC നൽകണമെന്ന റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുകയും ഉത്തരവിറക്കുകയും ചെയ്യുന്നത്. നിലവിൽ ചിന്നക്കനാലിലെ കുടുംബങ്ങളുടെ പ്രതിസന്ധിക്കും ഇതുവഴി പരിഹാരം കാണാവുന്നതാണ്. അതിനാൽ തന്നെ അർഹതപ്പെട്ടവരുടെ അപേക്ഷ പരിഗണിച്ച് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യോഗം ചേർന്ന് NOC നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നും K. സലിംകുമാർ ആവശ്യപ്പെട്ടു. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി വീട് അനുവദിച്ചിട്ടുള്ളവർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ നിന്നും വീട് അനുവദിച്ചിട്ടുള്ളതിൻ്റെ രേഖ വാങ്ങി അവർ താമസിക്കുന്ന ഭൂമി ആ പഞ്ചായത്തിൽ എവിടെയാണെങ്കിലും 17 വർഷത്തിലധികമായി താമസിക്കുന്ന ഭൂമിയാണ് എങ്കിൽ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ, ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഇവർക്ക് NOC കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള അപേക്ഷകൾ പരിഗണിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന തീരുമാനമുള്ളത്. വിഷയം മുമ്പ് തന്നെ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 17 വർഷമായി സ്ഥിരതാമസമുള്ളവർക്ക് NOC നൽകാമെന്ന ഉത്തരവ് സർക്കാർ ഇറക്കിയതെന്നും സലിംകുമാർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇന്ത്യ ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സെൻട്രൽ ഭാരത് സേവക് സമാജ് BSS ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ഇടുക്കി മേരികുളം സ്വദേശി പ്രിയ വിജീഷിന് ലഭിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികൾക്കാണ് BSS അവാർഡ് നൽകുന്നത്. നിരവധി മ്യൂസിക്കൽ വീഡിയോകളുടെ ഗാനരചന നിർവഹിച്ച പ്രിയ വിജീഷ് മികച്ച അഭിനേത്രി കൂടിയാണ്. 200-ലധികം കവിതകളും 50-ലധികം ചെറുകഥകളും കൂടാതെ നിരവധി ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളാണ് പ്രിയ വിജീഷിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും നവമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും എഴുതാറുണ്ടായിരുന്നു. എഴുതാറെന്ന് പറഞ്ഞാൽ 200-ലധികം കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പം 1-2 ചെറിയ ചെറിയ അവാർഡുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ഒരു എഴുത്തിൽ അങ്ങനെ പോകുന്നതല്ലാതെ ഇതിലേക്ക് കടന്നു പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇതിലായിരുന്നു നമ്മുടെ ഫിലിമിൻ്റെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പുരസ്കാര ചടങ്ങിൽ വെച്ച ഭാരത് സേവക് ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രനിൽ നിന്നും പ്രിയ വിജീഷ് പുരസ്കാരം ഏറ്റുവാങ്ങി. കലാരംഗത്തെ മികച്ച സംഘാടക കൂടിയായ പ്രിയ ഫിലമെൻ കലാസാഹിത്യവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ്. മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്ന പ്രിയ വിജീഷ് ജില്ലയിലെ അറിയപ്പെടുന്ന ചാനൽ അവതാരികയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ വേഷമിട്ട സിനിമയായ രാജകന്യകയുടെ വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർ. ജില്ലയിലെ വിവിധ തിയേറ്ററുകളിൽ സംവിധായകനും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് പ്രേക്ഷകരോടൊപ്പം സന്തോഷം പങ്കിട്ടത്. ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തുടരുകയാണ്.
ചിത്രം എന്നതിനപ്പുറം ആത്മീയ ഉണർവ് കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക. വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ്. ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിൽ ഉണ്ട് എന്നത് വെള്ളിത്തിരയിൽ മലയോരത്തിന്റെ മറ്റൊരു അടയാളപ്പെടുത്തലായി. ആദ്യവാരം മുതൽ പ്രേക്ഷകരുടെ തിയേറ്ററുകളിലേക്കുള്ള ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് സംവിധായകനും അഭിനേതാക്കളും വിവിധ തിയേറ്ററുകളിലെത്തിയത്. പ്രേക്ഷകരോടൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ നടന്നതും. ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിക്ടറേറ്ററിന്റെ എന്താ പറയുക ഫിലിമില് ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം സ്വന്തം നാട്ടിൽ വന്ന് എല്ലാവരും ഒപ്പം ഈ മൂവി കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ നെയ്ബേഴ്സിനോടും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് ഈ മൂവി കാണണം. മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് തിയേറ്റർ ജീവനക്കാരും വ്യക്തമാക്കുന്നു. 1-ാം തീയതി മുതൽ ഈ സിനിമ ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ ആദ്യം നമ്മൾ 2 ഷോ ആണ് ഇതിന് വെച്ചിരുന്നത്, ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലായി നല്ലൊരു സിനിമയാണെന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വെള്ളിയാഴ്ച മുതൽ നല്ല രീതിയിലുള്ള സ്കൂളുകൾ അല്ലാതെ പക്ഷിക്കൊക്കെ ഫാമിലിയാണ് മുഴുവൻ കയറുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 4 ഷോ ആക്കി ഇപ്പൊ 2 വീക്സിലോട്ടാക്കി ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മളിതിപ്പം ആള് കയറുന്ന എത്ര ദിവസമാണ് ഇത് ഓടിക്കാൻ പറ്റും അത്രയും ദിവസം നമ്മൾ ഓടിക്കും. വിവിധ തിയേറ്ററുകളിൽ ചിത്രത്തിൽ അഭിനയിച്ച കലാകാരന്മാരായ ജി കൈതക്കൻ, ബിജു വൈശ്യൻപറമ്പിൽ, ജി കെ പൊന്നാങ്കുഴി, ബാബു പാറത്തോട്, അനിൽ മാവടി, ജോസ് കട്ടപ്പന തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. KSKTU രാജക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജക്കാട്ടിൽ അമരസ്മരണ എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CPIM മുതിർന്ന നേതാവ് ഉടുമ്പൻചോല MLAയുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച എക്കാലവും മറക്കുവാൻ കഴിയാത്ത നേതാവായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. അവസാനത്തെ ആളാണ് കാര്യം ഞാൻ നേതൃത്വത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നയങ്ങളോട് പ്രതിഷേധിച്ച് 32 പേര് രാഷ്ട്രത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് CPIM രൂപീകരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് 38 പേരിൽ ഒരാളാണ് VS. KK തങ്കച്ചൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. AP രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. NV ബേബി, VA കുഞ്ഞുമോൻ, MN ഹരിക്കുട്ടൻ, സുമാ സുരേന്ദ്രൻ, ചിന്നമ്മ ജോയി, ബേബിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി പള്ളി വിശ്വാസ പരിശീലന കേന്ദ്രം വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടത്തി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ ദൈവാലയത്തിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. ഇടവകയിലെത്തിയ രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനെ ബൊക്ക നൽകി സ്വീകരിച്ചു. തുടർന്ന് ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിക്ക് ശേഷം ഹാൾ വെഞ്ചിരിപ്പ് നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പ്രദേശത്തെ അതുപോലെ തന്നെ രൂപത വികാരി ജനറൽമാരായ മോൺ ജോസ് കരിവേലിക്കുന്നിൽ, മോൺ എബ്രഹാം പുറയാറ്റ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. വികാരി മോൺ ജോസ് നരിതൂക്കിൽ, സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നിൽ, ഫാദർ അലക്സ് ചേന്നംകുളം എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഓണക്കാലത്ത് വിൽപ്പന വർധനവ് ലക്ഷ്യമിട്ട് സപ്ലൈകോ ഇതിനായി പ്രത്യേക ഗിഫ്റ്റ് കാർഡ് പദ്ധതിക്ക് സപ്ലൈകോ രൂപം നൽകി. 500,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 31 വരെ സാധനങ്ങൾ വാങ്ങാം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി CPI രംഗത്ത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലം. 1 മാസം മുമ്പേ ആരംഭിച്ച വെളുത്തുള്ളി വിളവെടുപ്പ് 2 മാസം കാലം കൂടി നീളും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെളുത്തുള്ളിക്ക് വിലയിടി വന്ന കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.